നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സൈറ്റിൽ ഞാൻ ചീരയും പയറും കൂടി കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. നല്ലതുപോലെ കുഴിയൊക്കെ എടുത്ത് നമ്മൾ പയറിന്റെ വിത്ത് നട്ടു. അതിനുശേഷം ഞാനിവിടെ ചീരയും നട്ടു. അപ്പോൾ ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് ചീരയ്ക്ക് കുറച്ച് ഇലപ്പുള്ളിയെല്ലാം വന്നു. എങ്കിലും നല്ല രീതിയിലൊരു വിളവ് നമുക്ക് ഈ ചീരയിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇതിപ്പോൾ മഴ വന്നതിന് ശേഷമാണ് നമുക്കിതിങ്ങനെ പുള്ളിയായി പോയത്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഈ ചീരയും പയറുമാണ് ഞാൻ നട്ടുന്നത്. അപ്പോൾ പയറിൻ്റെ വിത്തായിരുന്നു ഞാൻ ഇവിടെ ഇട്ടുന്നത്. കണ്ടോ, അതുകൊണ്ട് പയർ ഏകദേശം പടന്ന് ഈ പരുവം വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറും ചീരയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃഷി ഞാൻ ഇവിടെ ചെയ്തായിരുന്നു. അപ്പം ഇത് ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആദ്യമേ നമ്മൾ ഈ സൈറ്റിൽ നേരത്തെ പാവലും ചീരയുമായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് കുറേ പാവൽ പഴുത്തതിൻ്റെ വിത്തുകൾ ഇവിടെയൊക്കെ വീണ് കിടന്നിട്ട് കുറേ പാവലിൻ്റെ തൈകൾ താനെ പൊടിച്ചു വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ പൊടിച്ചു വന്ന പാവലിൻ്റെ തൈയാണ്. ഇത് ഏകദേശം പന്തലിൽ എത്താനുള്ള ഹൈറ്റ് വരെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വൃത്തിയാക്കിക്കൊണ്ട് വന്നപ്പോൾ എനിക്കിത് പുഴുത് കളയാനുള്ളൊരു മനസ്സ് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പയറിപ്പോൾ പടന്ന് തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ. കേട്ടോ, ഈ പരുവായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പാവലിനെ എന്തായാലും നമുക്ക് പന്തലിലേക്ക് കയറ്റി കൊടുത്താൽ പയർ റെഡിയായി വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പാവലിൽ നിന്നൊരു വിളവ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു പയറും ചീരയും നടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു വരുമാനം കൂടി ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ഒരു കൃഷിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചീരയെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ പാവലിനും അതുപോലെ തന്നെ നമ്മൾ ഈ പയറിനും വേണ്ടിയിട്ട് വളവും കൂടെ ഇടാനുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം നമ്മളിപ്പോൾ ചെത്തി വൃത്തിയാക്കിയിരിക്കുകയാണ്. ഈ പാവലിനെ നമ്മൾ പന്തലിലേക്ക് കയറ്റി വിടുകയാണ്. അതുപോലെ പയറിന് നമ്മൾ വള്ളിയെല്ലാം കെട്ടി മുകളിലേറ്റ് പന്തലിലേക്ക് വിടുകയാണ്. കണ്ടോ, ഈ പാവലൊക്കെ കണ്ടോ പൂത്തു തുടങ്ങി നല്ല പന്തലിന്റെ മുകളിൽ വരെ എത്തിയിരിക്കുകയാണ്. കായും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് പാവലിൽ. അപ്പോൾ കണ്ടോ, ഇത് പാവൽ പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇത് പുഴുത് കളയാൻ എനിക്ക് മനസ്സ് വരാത്തത് കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് വളമെല്ലാം ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് പന്തലിലേക്ക് കയറ്റി വിടാം. അപ്പോൾ പയർ ചെറിയ തൈയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത് മുകളിലേക്ക് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് പാവലിന്റെ വിളവെടുപ്പ് കഴിയത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇപ്പോൾ എന്തായാലും ഇതിങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിറയെ പാവൽ ഇതെല്ലാം താനെ പൊടിച്ചു വന്നതാണ്. ഈ മഴയൊക്കെ ആയത് തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് ഇത് ജോലിയൊന്നും ചെയ്യാൻ വളമൊന്നും കൊടുക്കാൻ പറ്റാത്ത കാരണം പയർ കുറച്ച് ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പുഴുത് കളഞ്ഞിട്ട് നമ്മൾ പയറിനെ കെയർ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ഇതായിരുന്നു. പക്ഷേ സംഭവം ഇത്രയും വലുതായതുകൊണ്ട് ഇതിനെ പുഴുത് കളയാനൊരു മനസ്സ് വരുന്നില്ല. ഇത് നമ്മുടെ പ്രീതി ഇനത്തിൽപ്പെട്ട പാവൽ തന്നെയാണ്. നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ പാവൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വളത്തിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വളം ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ സംരക്ഷിച്ച് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഈ ഏരിയ ഫുള്ള് കണ്ടോ, ഏകദേശം ഒരു 8-10 പണ ഈ ഏരിയ ഫുള്ളായിട്ട് ഞാനൊരു 5-6 ദിവസം കൊണ്ട് ഇതിന്റെ പുറകെയാണ്. അപ്പോൾ നമ്മുടെ മാമനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം നല്ല രീതിയിൽ എല്ലാം പന്തലിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിത് നല്ലതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടും, ഉറപ്പാണ്. മഴ സീസണും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ചെടി ഇപ്പോൾ വെയിലും കൂടെ കൊണ്ട് ഇപ്പം നല്ല മഴ സീസണാണ്. ഇപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്താൽ വളമെല്ലാം പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് തന്നെ ഒരു 3 കൃഷി ഇടവിളയായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഇത് നടാതെ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ കായെല്ലാം കണ്ട് അവിടെയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാവൽ പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇതിനെ നമ്മൾ എന്തായാലും സംരക്ഷിച്ച് നല്ല ഗ്രോത്ത് ആയിട്ട് വളമൊക്കെ കൊടുത്ത് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് എന്തായാലും. കണ്ടു, ഇത് കണ്ടോ, ഇത് തറയിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം ഈ ചെടി നമുക്കിനി ഇതിനെ നമുക്ക് മുകളിലേക്ക് കയറ് കെട്ടി പന്തലിലേക്ക് കൊണ്ടുവരാം. ഇതിൽ നിറയെ ബ്രാഞ്ചും പൊട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഒരു ചെടി മാത്രമേ നമ്മൾ നിർത്തുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ പന്തലിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. ഇതിൽ
നമുക്ക് നല്ല ചീര കുറച്ചുണ്ട്, അതെല്ലാം നമ്മളിപ്പോൾ പുഴുതെടുക്കുകയാണ്. ഇതൊക്കെ ഇലപ്പുള്ളി വന്നത് കൊണ്ട് അതായതാണ്. നേരത്തെ നല്ല വിളവ് നമുക്ക് ഈ ചീരയിൽ നിന്ന് കിട്ടിയായിരുന്നു. നമുക്ക് നേരത്തെ ഇവിടെ പന്തലൊക്കെ ഫിക്സഡ് ആയിട്ട് നമ്മൾ പന്തലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റ് ചെലവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഈ പന്തലിലേക്ക് നമുക്ക് കയറ്റി വിട്ടാൽ മാത്രം മതി. ഉണ്ട് ഇവിടെയൊക്കെ പാവൽ നിറയെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നല്ലതുപോലെ കണ്ടോ, ഇതൊക്കെ പൂത്തു തുടങ്ങി പാവല്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കി കളയുന്നത്? ഇതിനൊക്കെ നമുക്ക് മുകളിലേക്ക് കയറ്റി കൊടുത്താൽ ഇത് ഒരു 10-15 ദിവസം കഴിയുന്നതിനുള്ളിൽ തന്നെ ഈ പാവൽ കാച്ചു തുടങ്ങും എന്തായാലും. അപ്പോൾ നമ്മുടെ പയർ ഏകദേശം മുകളിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പാവലിൻ്റെ വിളവെടുപ്പ് കഴിയും. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ മൂടെല്ലാം വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് യൂറിയയും പൊട്ടാഷും ലേശം രാജ്ഫോസ് എല്ലാം നമ്മളിന്ന് കൊടുക്കാൻ പോവുകയാണ്. വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് വരികയും ചെയ്യും. ഈ പാവലെല്ലാം കാ പിടിച്ചു തുടങ്ങി കണ്ടോ, ചെറുതാണെന്നേ ഉള്ളൂ. വളമില്ലാത്തത് കൊണ്ട് ആ കാ ചെറിയ രീതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഒരു വളം കൂടെ എല്ലാം കൊടുത്ത് നോക്കാം. ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഇനി പിന്നീട് ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് വിത്തുകൾ ഇതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇത് കുറേയൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. പയർ നട്ടത് കൊണ്ട് നമ്മുടെ കുറച്ച് മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിട്ടിട്ടുള്ളൂ. കണ്ടോ, ഇത് കണ്ടോ, ഇതെല്ലാം പന്തലിൽ എത്തി. എത്രത്തോളം ഹൈറ്റിന് ഇത് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഇങ്ങനെ നിൽക്കുന്ന പാവൽ മൊത്തം കണ്ടോ, ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ വീണ് പൊടിച്ചത് ഞാൻ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ എല്ലാ സ്ഥലത്തും പയർ നട്ടിട്ടുണ്ട്. പയർ യഥാർത്ഥത്തിൽ പയറാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്തത്. ചീരയും പയറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൃഷിയാണ്. അപ്പൊ പാവല് നമുക്ക് കിട്ടുന്നത് ഒരു എക്സ്ട്രാ വരുമാനമാണ്. എന്തായാലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു വിളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വ്യത്യസ്തമായ പുതിയ വീഡിയോയുമായി പുതിയ കൃഷി രീതികളുമായി ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.